നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാറേ ഏതാണ് പെർമ്യൂട്ടേഷൻ ഏതാണ് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പെർമ്യൂട്ടേഷൻ ഏതാണെന്നുള്ളതും കോമ്പിനേഷൻ ഏതാണെന്നുള്ളതും മനസ്സിലാക്കാനുള്ളൊരു ഈസി ആയിട്ടുള്ള ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് നമ്മളുടെ ഈ നോട്ട്സ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ CM Academy എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ ക്ലാസ്സസിൻ്റെ എല്ലാം നോട്ട്സ് കിടക്കുന്നുണ്ട്. അതേപോലെ iOS അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് ആപ്പിൾ ഫോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളോട് ആദ്യം തന്നെ ORG കോഡായിരിക്കും ചോദിക്കുന്ന സമയത്ത് HGNTIB എന്ന് അടിച്ചു കൊടുക്കുന്നതോടുകൂടി ആപ്പ് CM Academyയുടെ ആപ്പായിട്ട് മാറും. അവിടെ മെനുവിൽ പോവുക, ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. മക്കളെ, ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഫാക്ടോറിയലിൻ്റെ പരിപാടികളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n × n-1 × n-2 അങ്ങനെ ഏതുവരെ പോകണം? 3 × 2 × 1 എന്ന് പറയുന്നത് വരെ പോകണം. അപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അങ്ങോട്ട് നോക്കിയേ, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? 5 × 4 × 3 × 2 × 1 ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7 × 6 × 5 × 4 × 3 × 2 × 1 അത്രയുള്ള പരിപാടി. മക്കളെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെച്ചോ, 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അതേപോലെ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 1 തന്നെയാണ്. ഓക്കെ ആണല്ലോ? 0 ഫാക്ടോറിയലും 1 ഫാക്ടോറിയലും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ നമുക്ക് നേരെ അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ആളാണ് പെർമ്യൂട്ടേഷൻ. എന്താണടാ? പെർമ്യൂട്ടേഷൻ. കേട്ടിട്ടുണ്ടല്ലേ? പെർമ്യൂട്ടേഷൻ കേട്ടിട്ടുണ്ടല്ലോ മക്കളെ. ഈ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഒരു ടേം നിർബന്ധമായിട്ടും ഉണ്ടാവും. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ടേം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അറേഞ്ച്മെന്റ് എന്നുണ്ടാവും, അതല്ലെങ്കിൽ പച്ചക്ക് എന്ത് തന്നിട്ടുണ്ടാവും? പെർമ്യൂട്ടേഷൻ എന്ന് തന്നെ തന്നിട്ടുണ്ടാവും. എന്ത് തന്നിട്ടുണ്ടാവും? ഒന്നെങ്കിൽ അറേഞ്ച്മെന്റ് എന്നുണ്ടാവും, അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ഉണ്ടോ അവിടെ നിങ്ങൾ ഉറപ്പിക്കുക അത് പെർമ്യൂട്ടേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പെർമ്യൂട്ടേഷൻ മനസ്സിലാക്കാനുള്ള പരിപാടി എന്താണ്? ക്വസ്റ്റ്യനിൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടേം ഉണ്ടോ? അതെന്താണ്? NPR ആണെങ്കിൽ പെർമ്യൂട്ടേഷൻ ആണ്. മക്കളെ, ഈ NPR ഉപയോഗിക്കണം എന്നൊന്നുമില്ല പെർമ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മിക്കവാറും ഉപയോഗിക്കാൻ പോകുന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്നത്? വേറൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, പെർമ്യൂട്ടേഷൻ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം. NPRൻ്റെ ഇക്വേഷന് എന്തായിരുന്നു? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ. ഒന്നുകൂടെ പറഞ്ഞേടാ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് റിസൾട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. NPN, അതായത് 5P5 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 5 ഫാക്ടോറിയൽ ആണ്. NP0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ 1 ആണ്. അതുപോലെ NP1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ആണ്. ഓക്കെ ആണല്ലോ? ഈ റിസൾട്ട്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് പരിപാടി നടക്കും. ഇനി അടുത്തൊരു സാധനം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വേർ P1 ഒബ്ജക്ട്സ് ആർ 1 കൈൻഡ് ആൻഡ് P2 ആർ 1 സെക്കൻഡ് കൈൻഡ് ആൻഡ് P3 ആർ സെക്കൻഡ് കൈൻഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു P3 ഫാക്ടോറിയൽ എന്നായിരിക്കും. ഇതെന്താ സാധനം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്, ആ സമയത്ത് പഠിപ്പിച്ചു തരാം. അടുത്തതാണ് കോമ്പിനേഷൻ. എന്താണ് പരിപാടി? കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യനിലെല്ലാം നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ, എന്താണ് സാധനം? സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടേം അതിലുണ്ടോ? ഉറപ്പിച്ചോ അയാൾ ആരാണ്? കോമ്പിനേഷനാണ്. അപ്പോൾ മറ്റോടത്തെ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്? സെലക്ഷൻ ആണ്. മറ്റോടത്തെ അറേഞ്ച്മെന്റ് ഇവിടെ സെലക്ഷൻ, അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ പച്ചക്ക് ചോദിച്ചിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ NCRൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ. എന്താണടാ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിമ്പിൾ ആണല്ലോ പരിപാടി. ഇനി കുറച്ച് റിസൾട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. NC-n-ൻ്റെയും NC-0-ൻ്റെയും വാല്യൂ 1 ആണ്. അതുപോലെ NC-1-ൻ്റെ വാല്യൂ n ആണ്. ഇനി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ഈ കാണുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇഫ് NCA ഈക്വൽ ടു NCB, NCAയും NCBയും ഈക്വൽ ആണെങ്കിൽ, അതായത് ഒരു 10C5 എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഈ ടൈപ്പ് ചോദ്യം നമുക്ക് വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ NCAയും NCBയും സെയിം ആണെങ്കിൽ ഒന്നെങ്കിൽ Aയും Bയും സെയിം ആയിരിക്കും, ഈ രണ്ടുപേരും സെയിം ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താ? 5C2 ഈക്വൽ ടു 5C2 അല്ലേ? യെസ്, അത് തന്നെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ A ഈക്വൽ ടു B അല്ലെങ്കിൽ A പ്ലസ് B എന്തായിരിക്കും? N ആയിരിക്കും. എന്തായിരിക്കും? A പ്ലസ് B എന്ന് പറയുന്നത് എന്തായിരിക്കും? N ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് കണ്ടുപിടിക്കാനായിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദർ ആർ 20 പേഴ്സൺസ് ഇൻ എ റൂം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് ഇഫ് ദ ഓൾ ഷെയ്ക്ക് ഹാൻഡ് ഈച്ച് അതർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഷെയ്ക്ക് ഹാൻഡ് അവിടെ ഉണ്ടാവും? കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് NC2. ആളുകളല്ലേ അവിടെ ഉള്ളത്. ഒരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ 2 ആൾ വേണമല്ലോ, അപ്പോൾ NC2.
ഇനി അടുത്ത സാധനമാണ് നമ്പർ ഓഫ് കോഡ്സ്. എന്താണെടാ? നമ്പർ ഓഫ് കോഡ്സ്. അതായത് ഒരു സർക്കിൾ നമ്മൾ വരച്ചു, ആ സർക്കിളിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് അടയാളപ്പെടുത്തി, ഈ പോയിന്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഈ കാണുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോഡ്സ് എന്ന് പറയുക. അങ്ങനെ എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? NC2 കോഡ്സ് വരയ്ക്കാനായിട്ട് പറ്റും. അടുത്തതാണ് നമ്പർ ഓഫ് ഡയഗണൽസ്. ഒരു പോളിഗൺ 20 സൈഡ്സ് ഉള്ള ഒരു പോളിഗണ് എത്ര ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് NC2 - N. ഇത് ഈ ഇക്വേഷൻ അതുപോലെ പഠിച്ചു വെച്ചോ മക്കളെ. ഇക്വേഷൻ ഓർമ്മയില്ലാതെ പരീക്ഷയ്ക്ക് എടാ ഇത് കണ്ടീനല്ലോ, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്വേഷൻ അറിയില്ലേ ഉത്തരം കിട്ടൂല. നമുക്ക് ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരാളാണ് നമ്മളുടെ കാർഡ്സിനെ പറ്റിയിട്ടുള്ള വിവരം. ആരെ പറ്റിയിട്ടാ? കാർഡ്. പ്ലേയിങ് കാർഡ്സ് ഉണ്ടല്ലോ, പ്ലേയിങ് കാർഡ്സ്. സോ പ്ലേയിങ് കാർഡ്സ് എത്ര കാർഡ്സാണ് ടോട്ടൽ ഉണ്ടാവുക? 52 കാർഡ്സ് ഉണ്ടാവും. എത്ര കാർഡ്സ് ഉണ്ടാവും അവിടെ? 52 കാർഡ്സ്. ഈ 52 കാർഡ്സിനെ നമ്മൾ എത്ര ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്? 2 സെറ്റായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ബ്ലാക്ക് കാർഡ്സും ഉണ്ട്, റെഡ് കാർഡ്സും ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലാക്കും ഉണ്ട്, റെഡും ഉണ്ട്. ബ്ലാക്കിൽ ആരൊക്കെയുണ്ട്? ബ്ലാക്കിനെ 2 ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. സ്പെയ്ഡ് ഉണ്ട്, അതേപോലെ ക്ലബ്ബും ഉണ്ട്. അപ്പുറത്താണെങ്കിലോ ഹാർട്ടും ഉണ്ട്, ഡയമണ്ടും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം 2 ആയിട്ട് കളറിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു, റെഡും ബ്ലാക്കും. അപ്പോൾ എത്ര ബ്ലാക്ക് ഉണ്ടാവും? 52ന്റെ നേരെ പകുതി 26 ബ്ലാക്കും ഉണ്ട്, 26 റെഡും ഉണ്ട്. പിന്നെ ഇവരെ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തു? 4 സെറ്റായിട്ട് 4 സ്യൂട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? സ്പെയ്ഡ്, ക്ലബ്ബ്, ഡയമണ്ട്, ഹാർട്ട്. എല്ലാത്തിലും എത്ര എണ്ണം വീതമുണ്ട്? 13 വീതമുണ്ട്. നിങ്ങൾ നോക്കിയാൽ സ്പെയ്ഡിൽ 13, ക്ലബ്ബിൽ 13, ഡയമണ്ടിൽ 13, ഹാർട്ടിൽ 13. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്പെയ്ഡിലും ക്ലബ്ബിലും ഡയമണ്ടിലും ഹാർട്ടിലും ഒക്കെ ഉള്ള കാർഡുകൾ സെയിം തന്നെയാണ്. എന്താ മാറ്റമുള്ളത്? എല്ലാത്തിനും ഓരോ കിങ് വീതം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കിങ് ഉണ്ടാവും? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പോൾ ടോട്ടൽ എത്ര കിങ് ആയി? 3 കിങ് ആയി. എത്ര ക്യൂന് ഉണ്ടാവും? ഒരു ക്യൂന് ഉണ്ടാവും ഒരു സ്യൂട്ടിൽ. ഇതിനെയാണ് നമ്മൾ ഒരു സ്യൂട്ട് എന്ന് പേര് വിളിക്കുക. എന്താ പേര് വിളിക്കുക? സ്യൂട്ട് എന്ന് പേര് വിളിക്കും. ഇനി എത്ര ജാക്ക് ഉണ്ടാവും? ഒരു ജാക്കും ഉണ്ടാവും, അതേപോലെ ഒരു ഏസും ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള കാർഡുകൾ ടോട്ടൽ 13 കാർഡ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബാക്കി ഇനി എത്ര കാർഡ്സ് ഉണ്ടടാ? 9 കാർഡ്സ് ആണെങ്കിൽ ബാക്കിയുള്ളത്. ആ 9 കാർഡ്സിൽ 2 മുതൽ 10 വരെ നമ്പർ ഇട്ടുള്ള നമ്പർ കാർഡ്സ് ഉണ്ടാവും. എന്ത് കാർഡ് ഉണ്ടാവും അവിടെ? നമ്പർ കാർഡ്സ്. ഏത് മുതൽ ഏത് വരെ ആയിരിക്കും? 2 മുതൽ 10 വരെയാണ് നമ്പർ ഇട്ടിട്ടുണ്ടാവുക. 2, 3, 4, 5, 6, 7, 8, 9, 10. റെഡിയാണല്ലോ? ഇതിൽ കിങ്, ക്യൂന്, ജാക്ക് എന്ന് പറയുന്ന ഈ 3 പേരെ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ്. എന്താണ് പേര് വിളിക്കുക? ഫേസ് കാർഡ്സ്. അപ്പോൾ ഈ 3 പേരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്. എന്ത് പേര് വിളിക്കും? ഫേസ് കാർഡ് എന്ന് പേര് വിളിക്കും. അപ്പോൾ ഫേസ് കാർഡ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്? ഒരു സ്യൂട്ടിൻ്റെ ഉള്ളിൽ 3 ഉണ്ട്. അങ്ങനത്തെ എത്ര ഉണ്ട്? 4 സ്യൂട്ടുകളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഫേസ് കാർഡ് ഉണ്ടാവും? 12 ഫേസ് കാർഡ് ടോട്ടൽ ഉണ്ടാവും. 4 × 3 12 ഫേസ് കാർഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്പർ കാർഡ്സ് എത്ര ഉണ്ടാ? 1-ൽ 9 ഉണ്ട്. അപ്പോൾ 4 കൂടെ കൂടിയിട്ട് 36 നമ്പർ കാർഡ്സ് ഉണ്ടാവും. റെഡിയാണല്ലോ? 9 × 4 9 36 നമ്പർ കാർഡ്സും ഉണ്ടായിരിക്കും. റെഡിയാണല്ലോ? പിന്നെ അതിൻ്റെ പുറമെ ഒരാളും കൂടെ ഉണ്ട്, എയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ. എയ്സ് എത്ര ഉള്ളത്? 4 എയ്സും ഉണ്ടായിരിക്കും. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 13 ഡയമണ്ട് ഉണ്ട്. ഹാർട്ട് എത്ര ഉണ്ട്? 13 ഉണ്ട്. റെഡ് എത്ര ഉണ്ട്? 26 ഉണ്ട്. സ്പെയ്ഡ് എത്ര ഉണ്ട്? 4 ഉണ്ട്. ക്ലബ്ബ് സ്പെയ്ഡ് എത്ര ഉണ്ട്? 13 ഉണ്ട്. കിങ് എത്ര ഉണ്ട്? 4 ഉണ്ട്. ക്യൂനോ 4. ഫേസ് കാർഡ് 12. നമ്പർ കാർഡ് 36. എയ്സ് എത്ര ഉണ്ട്? 4. ഈ നമ്പർ ശരിക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? സോ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. എന്നിൻ്റെ വാല്യൂ കണ്ടെത്തണം. ആരുടെ വാല്യൂ ആടാ? എന്നിൻ്റെ വാല്യൂ കണ്ടെത്തണം. എന്താ ചോദിച്ചിട്ടുള്ളത്? NP5 = 42 × NP3 ആണ്. NP5 = 42 × NP3. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു NCRൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ നേരെ എഴുതി വെച്ചു. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു NP5 എന്നല്ല തന്നിട്ടുണ്ടായിരുന്നത്. സോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ എന്നല്ലേ. ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാളുള്ളത്? 5 ആണുള്ളത്. സോ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 42 × n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - 3 ഫാക്ടോറിയൽ. നമുക്കറിയാം 2 സൈഡിലും കോമൺ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ വെട്ടിക്കളഞ്ഞു. n ഫാക്ടോറിയലും വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കി എന്താണുള്ളത്? 1/n - 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 42 × 1/n - 3 ഫാക്ടോറിയൽ. ഇതാണല്ലോ ബാക്കി ഉണ്ടാവുക. മക്കളെ, ഈ n - 3 ഫാക്ടോറിയൽ എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെ? n - 3 × n - 4 × n - 5 ഫാക്ടോറിയൽ എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. അതെങ്ങനെയെന്നല്ല നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ വന്ന ചോദ്യം. ഇങ്ങോട്ട് നോക്കിക്കോ. 5 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്? 5 × 4 × 3 × 2 ഫാക്ടോറിയൽ എന്ന് എഴുതിച്ചൂടെ? അതല്ലാന്നുണ്ടെങ്കിൽ 5 × 4 × 3 ഫാക്ടോറിയൽ എന്ന് എഴുതിച്ചൂടെ? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 × 2 × 1. അതാണല്ലോ ഞാൻ അതിൻ്റെ ബാക്കി വരേണ്ടത്. ഇങ്ങനെ എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ, പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ അതിൽ. എന്നാൽ ഇവിടെ നോക്കിയാടാ, ഈ 5 എങ്ങനെ കിട്ടിയത്? 5 എന്ന് പറയുന്നത് 5 തന്നെ. 4 എങ്ങനെ കിട്ടി? 5 എന്ന് 1 കുറയ്ക്കല്ലേ ചെയ്തത്. സോ 5 - 1 അല്ലേ? ഇതോ 5 - 2.
ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ n-3 അല്ലേ ഉണ്ടായിരുന്നത്, ആ n-3 അതേപോലെ അവിടെ നിർത്തി n-3 ഒന്നാണ് കുറച്ചു. n-3 1 കുറക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക, n-3 - 1. അപ്പോൾ എന്തായിരിക്കും ആവുക, -3 ഒന്നും കൂടെ കുറച്ചു, അപ്പോൾ എന്താവും, n-4 ആവും. അവിടെ നിർത്തിയോ, ഇല്ല, വീണ്ടും ഒന്നും കൂടെ കുറച്ചു. ആരാ, n-4 ഒന്നും കൂടി കുറച്ചു. n-4 ഒന്നും കൂടെ കുറച്ചാൽ എന്താ സംഭവിക്കുക, n-4 - 1. അതല്ലാന്നുണ്ടെങ്കിൽ n-3 എന്താ കുറക്കണം, 2 കുറക്കണം. അങ്ങനെ 2 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, n-5 എന്ന് കിട്ടും. ആ n-5ൻ്റെ കൂടെ ഞാൻ ഫാക്ടോറിയൽ ഇട്ട് കൊടുത്തു. എന്തിനാണ് അങ്ങനെ ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കാൻ കാരണം, ഇങ്ങനെ ഇവിടെ പുറത്ത് തൊട്ടിപ്പുറത്ത് ഒരു n-5 ഫാക്ടോറിയൽ എന്നുള്ള ഓൾറെഡി കിടക്കുന്നുണ്ട് അവിടെ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഉള്ള n-5 ഫാക്ടോറിയലും ഇവിടെ ഉള്ള n-5 ഫാക്ടോറിയലും നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇയാളെ n-5 ഫാക്ടോറിയൽ എന്നുള്ള സെറ്റപ്പിലേക്ക് എത്തിച്ചത്. റെഡിയാണല്ലോ മക്കളെ? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. n-5 ഫാക്ടോറിയൽ ആണോ n-3 ഫാക്ടോറിയൽ ആണോ വലുത്? ഏറ്റവും കുറഞ്ഞ സംഖ്യ കുറക്കണ ആളല്ലേ വലുത്. അപ്പോൾ ഇയാളല്ലേ വലുതുണ്ടാവുക. അപ്പോൾ ഇയാളെയാണ് നമ്മൾ ചെറുതാക്കിയിട്ട് ഏതിലേക്ക് എത്തിക്കേണ്ടത്, ഈ കാണുന്ന നമ്പറിലേക്ക് എത്തിക്കേണ്ടത്. ഇതേ പരിപാടി നമ്മൾ തൊട്ടപ്പുറത്തെ ക്വസ്റ്റ്യനിലും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കുറച്ചും കൂടെ ഈ സംഭവം ക്ലിയർ ആയിട്ട് വരും. ഇത് മനസ്സിലാവാൻ, ഇത് ക്ലിയർ ആവാൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുക. അപ്പോൾ ഇനി അവസാനം നമുക്ക് ഇപ്പുറത്ത് 1 മാത്രമാണ് ബാക്കി ഉണ്ടാവുക, എല്ലാം വെട്ടി കളഞ്ഞില്ലേ. അപ്പുറത്ത് ആരുണ്ടാവും, ഒരു 42 ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ഈ കാണുന്ന 2 പേരും ഉണ്ടാവും. അയാളെ നമ്മൾ നേരെ അപ്പുറത്തേക്ക് പറഞ്ഞയച്ചു. അപ്പുറത്ത് ആരുണ്ടാവും, 48 ഉണ്ടാവും. ബ്രാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, n² - 4n - 3n + 12 എന്ന് കിട്ടും. -3ഉം -4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കി, അങ്ങനെ n² ഇവർ 2 പേരും കൂടെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ 7n എന്ന് കിട്ടും. പിന്നെ +12 ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പുറത്തുണ്ടായിരുന്ന 42നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, n² - 7n - 30 = 0 എന്ന് കിട്ടി. ഇതാരാടാ, ഇയാളാണ് നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പറയാറുണ്ടല്ലോ. അയാളെ ഇതിൽ നിന്നും ഇയാളുടെ വാല്യൂ കണ്ടെത്തണം. വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മുൻപൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത് കൂട്ടിയാൽ -7ഉം ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 30 -30ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഗുണിച്ചാൽ 30 കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കണം, അത് 10ഉം 3ഉം 30 ആണല്ലോ. അപ്പോൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് -7 കിട്ടണം എന്നുണ്ടെങ്കിൽ ആർക്കാണ് മൈനസ് ഇട്ട് കൊടുക്കേണ്ടത്, 10ന് മൈനസ് ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എന്ത് എഴുതി, n - 10 × n+3 എന്ന് എഴുതി കൊടുത്തു. ഈ പരിപാടി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് -b ± √b² - 4ac / 2a എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലിട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാർഗ്ഗം. ഓക്കെ ആണല്ലോ? അത് ചെയ്യാൻ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ഇയാളെ നമ്മൾ എങ്ങനെ എഴുതി, 2 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, n - 10 × n+3 = 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2 പേര് ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ കൂട്ടത്തിൽ ഒരാൾ 0 ആണെന്ന് മസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, n - 10 എന്നെങ്കിൽ 0 അല്ലെങ്കിൽ n+3 0 ആണ്. അങ്ങനെ n-ൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 10 അല്ലെങ്കിൽ എന്ത് കിട്ടി, -3 എന്ന് കിട്ടി. n-ൻ്റെ വാല്യൂ മൈനസ് ആവുമോ, ആവൂല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമ്മളുടെ പെർമ്യൂട്ടേഷനിലോ കോമ്പിനേഷനിലോ n-ൻ്റെയും r-ൻ്റെയും വാല്യൂ എന്താവില്ല, മൈനസ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മളുടെ ആൻസർ എന്തായിരിക്കും, 10 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ഇതൊക്കെ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഇഫ് 2nc3 = nc3 = 12:1. ഇങ്ങോട്ട് നോക്കിയാടാ, a:b = 2:3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം, a/b = 2/3 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അതേ കൺസെപ്റ്റ് വെച്ചിട്ട് ഇയാളെ നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതി കൊടുക്കാൻ പോവാണ്. അതായത് റേഷ്യോനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ എഴുതി, 2nc3 / nc3 = 12/1 എന്ന് എഴുതി കൊടുത്തു. മക്കളെ ഇങ്ങനെ 2 നില ബിൽഡിംഗ് ആയിട്ട് കൊണ്ടടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആ പരിപാടിയാണ് ഒഴിവാക്കി. ഒന്നിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ അയാൾ അങ്ങനെ തന്നെ അവിടെ കിട്ടി. ഇയാൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അവിടെ പരിപാടി നിർത്തി. ഇനി നമുക്കറിയാലോ NCRൻ്റെ ഇക്വേഷൻ എന്താ, n⁴ / r⁴ n - r⁴ ആണല്ലോ. അപ്പോൾ ആ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, n-ൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണുള്ളത്. സോ 2n⁴ എന്താണ്, 2n⁴ / 3⁴ × 2n - 3⁴ = 12 × n⁴ / 3⁴ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ ആണല്ലോ? ശരി. ഇവിടെ 2n മൊത്തത്തിലാണ് കേട്ടോ ഫാക്ടോറിയൽ കിടക്കണേ, തെറ്റിപ്പോയരുത്. n⁴ 2 × n⁴ അല്ല, 2n ഫാക്ടോറിയലാണ്. ഇനി മക്കളെ നിങ്ങൾ നോക്കിയേ, ഇവിടെ താഴെ ഒരു 2n - 3 ഉണ്ട്. ഇവിടെ ഒരു 3 ഉണ്ടല്ലോ, ഇവിടെ ഒരു 3 ഉണ്ടല്ലോ. 2 പേരും താഴെയാണെങ്കിൽ വെട്ടിക്കളയാൻ പറ്റും. ഈക്വൽ ടുൻ്റെ അപ്പുറപ്പുറമുള്ള ആളുകൾ വെട്ടണം എന്നുണ്ടെങ്കിൽ 2 പേരും ഒരേ സൈഡിലായിരിക്കണം, എങ്കിലേ വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മക്കളെ 2n ഫാക്ടോറിയലിൻ്റെ 3 അവിടെ വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 2n ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 2n - 3 ഫാക്ടോറിയൽ ഉണ്ട്. അതായത് 2n നിന്ന് 1 കുറച്ചു, 2 കുറച്ചു, 3 കുറക്കുമ്പോഴാണല്ലോ ഈ സാധനം കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 2n മാറ്റിയിട്ട് എങ്ങനെ എഴുതി കൊടുത്തു, 2n × 2n നിന്ന് 1 കുറച്ചു, 2n - 1 × 2n നിന്ന് 2 കുറച്ചു, പിന്നെ 2n നിന്ന് 3 അല്ലേ കുറക്കാണ്ടാവുക, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. എന്തിനാണ് ഇവിടെ നിർത്തിയത്, കാരണം ഇവിടെ 2n - 3 ഫാക്ടോറിയൽ ഇവിടെ താഴെ കിടക്കുന്നുണ്ട്, 2 പേരെ വെട്ടിക്കളയാനായിട്ട് പറ്റും.
ക്ലിയർ ആണോ? അപ്പോൾ വെട്ടിക്കളഞ്ഞ പരിപാടി മനസ്സിലായോ? ഈ താഴെ മുകളിലും കിടക്കുന്ന ആളുകളെ നോക്കിയാൽ മതി. ഇനി ഇവിടെ n ഫാക്ടോറിയലും ഇവിടെ n-3 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടോ? ഈ n ഫാക്ടോറിയൽ നമ്മൾ എങ്ങനെ എഴുതണം? n ഫാക്ടോറിയൽ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഫാക്ടോറിയൽ മുറിച്ചുക. കാരണം എന്താ? താഴെ n-3 ഫാക്ടോറിയൽ കിടക്കുന്നുണ്ട്. സോ n ഇൻറ്റു n-1 ഇൻറ്റു n-3 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ആ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുക എന്ന് പറഞ്ഞത് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 - 1 ഇൻറ്റു 5 - 2 ഇൻറ്റു 5 - 3 ഫാക്ടോറിയൽ അല്ലേ സാധനം? കാരണം എന്താ? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റൂലേ? ഈ സെയിം സാധനം അല്ലേ ഈ എഴുതി വെച്ചിട്ടുള്ളത്? 5ന് പകരം ഇവിടെ എന്താണ്? n ആണെന്ന് മാത്രമേ ഉള്ളൂ. n അല്ലെങ്കിൽ 2n ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെട്ടാൻ പറ്റുന്നിടത്തോളം ആളുകളെ അവിടെ തന്നെ വെട്ടി ചെറുതാക്കി കളഞ്ഞു. ഇനി ബാക്കി എന്താ അവിടെ അവസാനിക്കുന്നത്? പിന്നെ ഇവിടെ ഒരു 2n ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെയുള്ള ഈ n-ഉം അതുപോലെ ഈ n-ഉം വെട്ടിക്കളഞ്ഞു. ഈ കാണുന്ന n-ഉം ഈ കാണുന്ന n-ഉം വെട്ടി. അതേപോലെ ഈ 2ഉം അതുപോലെ ഈ 12ഉം വെട്ടി ഇവിടെ എന്താക്കിയിട്ട് മാറ്റി? 6 ആക്കിയിട്ട് മാറ്റി. പിന്നെ അതുപോലെ നമ്മളുടെ 2n-3 ഫാക്ടോറിയലും അതേപോലെ ഇവിടുത്തെ n-3 ഫാക്ടോറിയലും വെട്ടി. ഇനി ബാക്കി എന്താണുള്ളത്? ഇവിടെ ഒരു 2n-1 ഉണ്ട്, ഇവിടെ ഒരു 2n-2 ഉണ്ട്, ഇവിടെ 6 ഇൻറ്റു n-1 ഉണ്ട്, n-2 ഉണ്ട്. ഇനി എന്താണെന്നുള്ളത് അപ്പുറത്ത് നോക്കാം. സെയിം സാധനം ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. മക്കളെ ഇത് നോക്കിയേ, ഈ രണ്ട് കോമൺ അല്ലേ അവിടെ കിടക്കുന്നത് അല്ലേ? അതുകൊണ്ട് ആ രണ്ടിനെ ഞാൻ എടുത്ത് പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുത്ത സമയത്ത് 2n-1 അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. 2നെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? n-1 ഈക്വൽ ടു 6 ഇൻറ്റു n-1 ഇൻറ്റു n-2 എന്ന് വരും. ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ട് ഇവിടെയും n-1 വന്നു, ഇവിടെയും n-1 വന്നു. ആ രണ്ട് n-1 എന്തായി? ക്യാൻസലായി പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? 2 ഇൻറ്റു 2n-1ഉം 6 ഇൻറ്റു n-2 ആണുള്ളത്. ആ ബ്രാക്കറ്റ് പൊട്ടിച്ചു. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഈ 4n-നെ അങ്ങോട്ടും 12നെ അങ്ങോട്ടും പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6n - 4n is equal to, എല്ലാവരെയും കൂടെ എങ്ങോട്ട് പറഞ്ഞയച്ചേക്കാണ്, എല്ലാവരെയും കൂടെ എങ്ങോട്ട് എടുത്തേക്കാണ്. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ 4n-നെ അങ്ങോട്ടും ഇയാളെ അങ്ങോട്ടും എടുത്താൽ മതി. അങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? 2n - 10 is equal to 0 എന്ന് കിട്ടി. 10നെ അങ്ങോട്ട് പറഞ്ഞയച്ചു. സോ 2n is equal to 10, n is equal to 10/2. അങ്ങനെ ആൻസർ എന്ത് കിട്ടി? 5 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോടാ മക്കളെ? അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എടുത്തിട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുള്ളത്? ഈ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. ഇതാണെങ്കിലുള്ള വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെ ആ സാധനം നമ്മൾ നേരെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? ഫാക്ടോറിയലും വരാൻ പാടില്ല. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അയോട്ട താഴെ തീരെ വരാൻ പാടില്ല. ഇവിടെ എന്ത് വരാനും പാടില്ല? ഫാക്ടോറിയൽ താഴെ വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫാക്ടോറിയലിനെ അവിടുന്ന് ഒഴിവാക്കണം. ഫാക്ടോറിയലിനെ അവിടുന്ന് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാരാ നോക്കുക. കൂട്ടത്തിൽ ഏറ്റവും വലുത് 8 ഫാക്ടോറിയൽ ആണോ 9 ഫാക്ടോറിയൽ ആണോ 10 ഫാക്ടോറിയൽ ആണോ? ആരാടാ വലുത്? 10 അല്ലേ? സോ ആ 10 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ 10 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു 10 ഫാക്ടോറിയൽ, 1 ഇൻറ്റു 10 ഫാക്ടോറിയൽ, എക്സ് ഇൻറ്റു 10 ഫാക്ടോറിയൽ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ 10 ഫാക്ടോറിയലും 10 ഫാക്ടോറിയലും സുഖസുന്ദരമായിട്ട് വെട്ടിക്കളയാനായിട്ട് പറ്റും നമുക്ക്. ഇനിയോ ഇവിടെ 10 ഫാക്ടോറിയൽ അല്ലേ ഉള്ളത്? 10 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതി കൂടെ. അപ്പോൾ 8 ഫാക്ടോറിയലും കട്ട് ചെയ്യാം. ഇവിടെയോ 9 കട്ട് ചെയ്യാം. ബാക്കി എന്താണുള്ളത്? ഇവിടെ 10 ഇൻറ്റു 9 90 വരും. ഇവിടെ 10 ബാക്കിയുണ്ട്. അവിടെ എക്സും ഉണ്ട്. 90ഉം അതുപോലെ 10ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 100 എന്ന ആൻസർ കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എത്രയാടാ? 100. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് പെർമ്യൂട്ടേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കിക്കോ. ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കൺസിഡർ ദ ഡിജിറ്റ് 3, 4, 5, 6, 7. എത്ര പേരുണ്ട്? 5 പേരെ നമുക്ക് തന്നിട്ടുണ്ട്. ഡിജിറ്റ്സ് കാനോട്ട് ബി റിപ്പീറ്റഡ്. ഡിജിറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദീസ് ഡിജിറ്റ്. ഇതാണ് ചോദ്യം. കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ടായിരിക്കും. ഇത് സിമ്പിളായിട്ട് ചുരുക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റ് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മോട് എത്ര ഡിജിറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്? 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതായത് ഒരു 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണല്ലോ നമ്മൾ. അപ്പോൾ 4 ഡിജിറ്റും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കള്ളി നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാടാ, നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ ഡിജിറ്റ് നമ്മൾ ഇവിടെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 5 ഡിജിറ്റ് ഉണ്ട്. ആ 5 5ഉം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തൂടെ? അതായത് ഇവിടെ നമുക്ക് 3 ഇടാൻ പറ്റും, 4 ഇടാൻ പറ്റും, 5ഉം പറ്റും, 6ഉം പറ്റും, 7ഉം പറ്റും. അപ്പോൾ എത്ര നമ്പേഴ്സ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും? 5 നമ്പേഴ്സ് അവിടെ കൊടുക്കാൻ പറ്റും. സോ 5 അവിടെ കൊടുത്തു.
ഇനി ഇവിടെ നമ്മളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലെറ്റ്സ് ഇവിടെ നമ്മൾ 3 എടുത്തു എന്ന് വിചാരിക്കുക. 3 എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ 3 എടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ഡിജിറ്റ്സ് കാനോട്ട് ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി 3 ഇടാൻ പറ്റില്ല. എന്തേ പറ്റുള്ളൂ? 4 പറ്റും, 5 പറ്റും, 6 പറ്റും, 7 പറ്റും. അപ്പോൾ എത്ര നമുക്ക് അവിടെ പറ്റുള്ളൂ? അവിടെ നമുക്ക് 4 പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിലോ 5 പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നമ്പറും കൂടെ ഇടൽ കഴിഞ്ഞല്ലോ. ഇവിടെ നമ്മൾ 7 ഇട്ടു എന്ന് വിചാരിക്കുക. ഇനി 3 എടുക്കാൻ പറ്റില്ല, 7 എടുക്കാൻ പറ്റില്ല. ബാക്കി എത്ര എടുക്കാൻ പറ്റുള്ളൂ? 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം. എത്ര എടുക്കാൻ പറ്റുള്ളൂ? 3 അടുത്ത പൊസിഷനിലേക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ തൊട്ടടുത്ത പൊസിഷനിലേക്കാണെങ്കിലോ 2 എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് ഈ കാണുന്ന 4, 5, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊസിഷനിലേക്ക് 5 നമ്പർ എടുക്കാം, ഇവിടെ ആണെങ്കിൽ 4 എടുക്കാം, ഇവിടെ ആണെങ്കിൽ 3 എടുക്കാം, ഇവിടെ ആണെങ്കിൽ 2 എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? മൊത്തത്തിലാണ് ഗുണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 5 × 4 × 3 × 2. 5 × 4 × 3 × 2 എന്നേ വരുള്ളൂ. അവിടെ ഒരു 1 കൂടെ കൊടുത്തിട്ടുണ്ട്. 1ൻ്റെ ആവശ്യം അവിടെ ഇല്ല. 1 വരൂല, 1 വരത്തില്ല. 1 അവിടെ എന്ത് ചെയ്യൂല? വരൂല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഒരു 1 കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. അത് എഴുതി പോയപ്പോൾ അങ്ങനെ എഴുതി പോയതായിരിക്കും. ഫാക്ടോറിയൽ എഴുതി അങ്ങനെ പോകുന്ന സമയത്ത് എഴുതി പോയതാണ്. സോ 5 × 4 × 3 × 2 ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി മക്കളെ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ ഓക്കെ, എന്താ പറഞ്ഞത്? റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് 4 പൊസിഷൻ ഉണ്ട്. ഫസ്റ്റത്തെ പൊസിഷനിൽ നമുക്ക് 5 കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇവിടെ 5 നമ്പേഴ്സ് അല്ലേ നമ്മളെ കയ്യിലുള്ളത്. ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ഒരു നമ്പർ ഇവിടെ കൊടുത്തു എന്ന് കരുതി ഇവിടെ കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും? 5 കൊടുക്കാൻ പറ്റും. ഇവിടെ എത്ര കൊടുക്കാൻ പറ്റും? 5 കൊടുക്കാൻ പറ്റും. ഇവിടെ 5 കൊടുക്കാൻ പറ്റും. അപ്പോൾ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ് എന്തായിരിക്കും? 5 × 5 × 5 × 5 ആയിരിക്കും. 5⁴ ആയിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ്. എന്താണ് ഓഡ് നമ്പർ. അപ്പോൾ നമുക്ക് 4 ഡിജിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ നമ്മളിവിടെ വരച്ചു കൊടുത്തു. 4 ഡിജിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എടാ മക്കളെ, ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ ഏതായിരിക്കണം? ഓടായിരിക്കണം. ഒന്നെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7. അപ്പോൾ നമുക്ക് ഈ തലക്കിടാൻ പറ്റുന്ന നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയേ ഉള്ളൂ? 3 അല്ലേ ഉള്ളൂ. ആ 3 ഇവിടെ കൊടുത്തു. ഇവിടെ എത്ര ഇടാൻ പറ്റുക? 3 ഇടാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മളിവിടെ 3 എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം. 5 അവിടെ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനി ഇവിടെ എത്ര നമ്പർ ഇടാൻ പറ്റുക? നേരത്തെ നമുക്ക് 3 ഇടാൻ പറ്റുള്ളൂ. ആ 3 1 നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പം ഇനി ബാക്കി 2 ഉണ്ടാവുക? അല്ല, ശരിക്കും 5 ഉണ്ടായിരുന്നു. ഓഡ് നമ്പർ ആയതുകൊണ്ട് അതിന് 3 മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിലൊന്ന് നമ്മൾ എടുത്തു. അപ്പം ഇനി ബാക്കി എത്ര ഉണ്ട്? 4 ബാക്കിയില്ലേ? ഇല്ലടാ. ശരിക്കും പറഞ്ഞാൽ 4ഉം 6ഉം ഇവിടെ ഇടാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ 3 എഴുതി കൊടുത്തത്. അതിൽ നിന്ന് 1 അവിടെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ടാവുക? 4 ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 3, ഇവിടെ 4 പറ്റും. ഇനി നെക്സ്റ്റ് ആണെങ്കിലോ തൊട്ടുപുറത്ത് ഇവിടെ ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 ആയിരിക്കും പറ്റുന്നത്. ഇവിടെ എത്ര പറ്റും? 2 പറ്റും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2 × 3 × 4 × 3 എന്ന ആൻസർ വരും. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ആണെങ്കിൽ ഇവിടെ റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്ന് പറഞ്ഞത്. റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിലോ എങ്ങനെയായിരിക്കും വരിക? അപ്പോഴും ഇവിടെ 3 തന്നെ ആയിരിക്കും വരിക. ഇവിടെ എത്ര ഉണ്ടാവും? 5 വരും. ഇവിടെയും 5 വരും. ഇവിടെയും 5 വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 × 3 × 4 × 3 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ്. എന്താണ്? 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവസാനത്തിൽ ആര് മാത്രമേ വരാൻ പറ്റുള്ളൂ? 4ഉം വരാൻ പറ്റും, അതുപോലെ 6ഉം വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് എത്ര ഡിജിറ്റ് എടുക്കാൻ പറ്റുള്ളൂ? 2 ഡിജിറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ കയ്യിൽ 5 ഉണ്ടായിരുന്നത്. അതിൽ ഇവിടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? ഈവൻ നമ്പർ മാത്രമേ പറ്റുള്ളൂ. ഈവൻ നമ്പേഴ്സ് ആകെ 2 ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 2 കൊടുത്തത്. ഇതിലൊന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഈ 2 എന്ത് ചെയ്തു? 1 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ഉള്ളത്? 4 ബാക്കിയുള്ളത്. ആ 4 നമ്മൾ അവിടെ എഴുതി കൊടുത്തു. കാരണം എന്താ? ഇവിടെ 3, 5, 7 എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ എടുക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ 2 കൊടുത്തതും ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയുന്നതും 4 കൊടുക്കാൻ കഴിയണതും. കാരണം 1 നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. ഓഡ് നമ്പർ ആയിട്ടുള്ള 4 നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 4 നമ്പേഴ്സ് ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെയാണെങ്കിലോ 3 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം. ക്ലിയർ ആണല്ലോ. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2 × 3 × 4 × 2 എന്ന ആൻസർ കിട്ടി. ഓക്കെ അല്ലേടാ മക്കളെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ബിറ്റ്വീൻ 300 ആൻഡ് 300 അല്ല 3000 ആൻഡ് 4000. എടാ മക്കളെ, 3000ൻ്റെയും 4000ൻ്റെയും ഇടയിൽ വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ നമ്പർ ആരായിരിക്കണം? 3 ആയിരിക്കണ്ടേ? അപ്പോഴാണെങ്കിൽ അല്ലേ 3000ൻ്റെയും 4000ൻ്റെയും ഇടയിൽ വരുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ പൊസിഷനിൽ ഇട്ട് കൊടുക്കാൻ നമ്മളെ കയ്യിൽ എത്ര നമ്പറേ ഉള്ളൂടാ? ഒരേ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ എന്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ? ഇവിടെ 3 മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അത് ഫിക്സഡ് ആണ്, മാറ്റാൻ പറ്റില്ല. അതല്ലേ ആ പറഞ്ഞതിനർത്ഥം. ബാക്കി 1 ഓൾറെഡി എടുത്തു കഴിഞ്ഞു. 5 നമ്പർ ഉണ്ടായിരുന്നു. അതിൽ 1 നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി എത്ര നമ്പർ നമ്മളെ കയ്യിലുള്ളത്? 4 നമ്പറാണുള്ളത്. സോ ഇവിടെ നമുക്ക് 4 കൊടുക്കാൻ പറ്റും. പിന്നെ എത്ര നമ്പറാണുള്ളത്? 3 നമ്പർ. പിന്നെയോ 2 നമ്പർ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1 × 4 × 3 × 2 ആയിരിക്കും ആൻസർ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കുത്തിയിട്ട് കണ്ടുപിടിച്ചോ ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ
ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർമ്യൂട്ടേഷൻ ആണോ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ടാവും. ഇവിടെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. ഇവിടെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? മിസിസിപ്പി. എടാ മക്കളെ, പെർമ്യൂട്ടേഷൻ പഠിച്ച സമയത്ത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 ഫാക്ടോറിയൽ P2 ഫാക്ടോറിയൽ P3 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലായിരുന്നു? അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് നമ്മോട് ചോദിച്ചാൽ ചെയ്യേണ്ട പരിപാടി എന്താണ്? അതിൽ ആവർത്തിച്ച് വരുന്ന വല്ല മഹാന്മാരും ഉണ്ടോ നോക്കുക. M ആവർത്തിച്ച് വരുന്നുണ്ടോ? ഇല്ല. I ആവർത്തിച്ച് വരുന്നുണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം? 1 2 3 4 പ്രാവശ്യം വരുന്നുണ്ട്. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. S ആവർത്തിച്ച് വരുന്നുണ്ടോ? ഉണ്ട്. 1 2 3 4 4 പ്രാവശ്യം വരുന്നുണ്ട്. P 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആവർത്തിച്ച് വരുന്ന ആളുകളൊക്കെ നമ്മൾ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ടോ ടോട്ടൽ എണ്ണം എടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 11 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഇവിടെ ആവർത്തിച്ച് വന്നിട്ടുള്ള മഹാന്മാരുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫാക്ടോറിയൽ ഒരിക്കൽ എഴുതി കൊടുക്കുക. 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 11 ഫാക്ടോറിയൽ. ഇത് നിങ്ങൾ ഇരുന്ന് ഗുണിച്ച് ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാനുള്ള മാർഗ്ഗമുണ്ട്. അടിച്ചു കൊടുത്താൽ ആൻസർ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്രയും ആളുകളെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇത് 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും ആളുകളെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറൻറ്റ് 8 ലെറ്റർ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോക്ടർ. ഡോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡോട്ടറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്? ആൾ വവ്വൽസ് ഒക്കർ ടുഗദർ. എല്ലാ വവ്വൽസും എന്താ രീതിയിരിക്കണം? ഒരുമിച്ച് വന്നിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മക്കളെ ഇവിടെ നോക്കിയടാ, സാധാരണഗതിയിൽ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. ആരെങ്കിലും ആവർത്തിച്ച് വരുന്നുണ്ടോ? ആരും ആവർത്തിച്ച് വരുന്നില്ലല്ലോ. ഇല്ല, ആരും ആവർത്തിച്ച് വരുന്നില്ല. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എത്ര രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇതിലുള്ള ലെറ്റേഴ്സിനെ 8 ഫാക്ടോറിയൽ ആണ്. ആ 8 ഫാക്ടോറിയലിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനം. എന്താ ചോദിച്ചിട്ടുള്ളത്? എല്ലാ വവ്വൽസും കൂടെ ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ആരൊക്കെയാണ് വവ്വൽ ഉള്ളത്? എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ 3 വവ്വലാണുള്ളത്. അപ്പോൾ മക്കളെ ഈ 3 വവ്വലും ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 8 ആളുകൾ ഉണ്ടായിരുന്നതിൽ 3 ആളുകളെ ഒരൊറ്റ ആളായിട്ട് നമ്മൾ ചുരുക്കി. കാരണം എന്താ? ഇവർക്ക് 3 പേർക്കും തോന്നിയ പോലെ സ്വയമായിട്ട് വേരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തേ കൊടുത്തിട്ടുള്ളൂ? എയും ഇയും ഒരുമിച്ചേ ഇരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇയാളെ നമ്മൾ ഒരൊറ്റ ഒന്നായിട്ടേ പരിഗണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 5 പേരെയും 5 എണ്ണമായിട്ടും പരിഗണിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര ലെറ്റേഴ്സാണ് ഉള്ളത്? എത്ര ലെറ്റേഴ്സാണ് ഉള്ളത്? 6 ലെറ്റേഴ്സാണ് ഉള്ളത്. എത്ര ലെറ്റേഴ്സ് ഉണ്ടാ? 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെ? വവ്വൽസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴുള്ള നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 6 ഫാക്ടോറിയൽ ആയിട്ട് മാറും. 6 ഫാക്ടോറിയൽ മാത്രമല്ല അവിടെ വരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, 6 ഫാക്ടോറിയൽ മാത്രമല്ല അവിടെ വരുന്നത്. ഒരു ചെറിയൊരു വ്യത്യാസം കൂടെ അവിടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എയും യുവും ഇയും ഒരൊറ്റ ഒന്നായിട്ടാണ് പരിഗണിക്കാമെന്ന് പറഞ്ഞു ആണല്ലോ. അപ്പോൾ എയും യുയും ഇയും ഒന്നെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ആവും, അല്ലെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ ആവും, മൂന്നാമത്തതാവും, നാലാമത്തതാവും, അഞ്ചാമത്തതാവും, ആറാമത്തതാവും. ഇത്രയും കോമ്പിനേഷൻസ് ആണല്ലോ അവിടെ വരുന്നത്. പക്ഷേ എയും യുവും ഇയും ഇതേ ഓർഡറിൽ തന്നെ ഇരിക്കണം നിർബന്ധമുണ്ടോ? ഉണ്ടോടാ? ഉണ്ടോ? എ ആദ്യം വരണം നിർബന്ധമുണ്ടോ? എ രണ്ടാമത് വന്നൂടെ? എ മൂന്നാമത് വന്നൂടെ? അപ്പോൾ ഈ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചലന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒരുമിച്ച് വരണം എന്നല്ലേ ഉള്ളൂ, ഈ ഓർഡറിൽ വരണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ചാടി കളിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇവരുടെ അറേഞ്ച്മെൻറ്റ് എത്ര പേരുണ്ട്? 3 പേരല്ലേ ഉള്ളത്. ആ 3 പേരുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ ഈ 6 ഫാക്ടോറിയലിനെ ഏതുകൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? 3 ഫാക്ടോറിയലും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആൻസർ എന്ത് കിട്ടി? 4320 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയടാ മക്കളെ, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് വവ്വൽ നോട്ട് ഒക്കർ ടുഗദർ. വവ്വൽസ് എന്ത് ചെയ്യാൻ പാടില്ല? ഒരുമിച്ച് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? വവ്വൽസ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് കണ്ടുപിടിച്ചത്. അത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 4320 കിട്ടിയിട്ടുണ്ട്. ഇനി വവ്വൽസ് ഒരുമിച്ച് വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാ വവ്വൽസ് ഒരുമിച്ച് വരാത്തത് നമ്മൾ കണ്ടുപിടിക്കുക? വവ്വൽസ് ഒരുമിച്ച് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാ? 8 ഫാക്ടോറിയൽ അല്ലേ. അത് എത്ര കിട്ടിയിട്ടുള്ളത്? 14320 അല്ലേ. വവ്വൽസ് ഒരുമിച്ച് വരുന്നത് എത്രയാ? 4320 ആണ്. അങ്ങനെയാണെങ്കിൽ വവ്വൽസ് ഒരുമിച്ച് വരാത്തത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ടോട്ടലിന് വവ്വൽസ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് കുറച്ച് കളഞ്ഞാൽ പോരെ. അപ്പോൾ ടോട്ടലായിട്ടുള്ള 14320 നിന്നും നമ്മൾ എന്ത് കുറച്ച് കളഞ്ഞു? വവ്വൽസ് ഒരുമിച്ച് വരുന്നതായിട്ടുള്ള 4320 ആണ് കുറച്ച് കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വവ്വൽസ് ഒരുമിച്ച് വരാത്തതായിരിക്കും. സിമ്പിൾ അല്ലേടാ പരിപാടി? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും.
അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇഫ് NC8 ഈക്വൽ ടു NC9 ഫൈൻഡ് NC17 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ നമ്മൾ കോമ്പിനേഷൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അവിടെ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് NCA ഈക്വൽ ടു NCB ആണെങ്കിൽ ഒന്നെങ്കിൽ എയും ബിയും ഈക്വൽ ആയിരിക്കും, അതല്ലെങ്കിൽ എയും ബിയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ N കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇവിടെ എയും ബിയും ഈക്വൽ ആണോ? അതായത് ഈ കാണുന്ന ആളും സെയിം ആണോ? അല്ല. അപ്പോൾ 8ഉം 9ഉം സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? N is equal to A plus B എന്ന് പറയാം. സോ N equal to A plus B ആണ്. 8ഉം 9ഉം കൂട്ടി 17 കിട്ടി. നമ്മുടെ NC17 ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 17 17 ആണ്. നമുക്കറിയാം NCN is equal to 1 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഇതാണ് പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ചോദ്യം. നിങ്ങൾ നോക്കിയേ, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ്. എന്താ സാധനം? സെലക്ടിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? കോമ്പിനേഷൻ. 9 ബാൾസ് ഫ്രം റെഡ് 9 ബാൾസ്. എത്ര ബാൾസ് എടുക്കേണ്ടത്? 9 ബാൾസ് ടോട്ടൽ സെലക്ട് ചെയ്യണം. എത്ര ബാൾസ് സെലക്ട് ചെയ്യണം? 9 ബാൾസ്. ഈ നമ്പേഴ്സ് ശരിക്കും മനസ്സിൽ കുറിച്ച് വെച്ചോ. 9 ബാൾ സെലക്ട് ചെയ്യണം. അതിൽ എത്ര റെഡ്? 6 റെഡ് ഉണ്ട്, 5 വൈറ്റും ഉണ്ട്, 5 ബ്ലൂ ഉണ്ട്. ക്ലിയർ ആണല്ലോ? 6 റെഡ് ഉണ്ട്, അതേപോലെ 5 വൈറ്റ് ഉണ്ട്, അതേപോലെ 5 ബ്ലൂ ഉണ്ട്. ഇതിനെല്ലാത്തൊന്നും കൂടെ ടോട്ടൽ എത്ര ബാൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞത്? 9 ബാൾസ് സെലക്ട് ചെയ്യണം. ഇഫ് ഈച്ച് സെലക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 3 ബാൾസ്, അതായത് ഇതിൽ നിന്ന് 3 എടുക്കണം, ഇതിൽ നിന്ന് 3 എടുക്കണം, ഇതിൽ നിന്ന് 3 എടുക്കണം. എടാ മക്കളെ, റെഡ് ബാൾ നമ്മളെ കയ്യിൽ എത്ര ഉള്ളത്? 6 റെഡ് ബാളാണുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? കോമ്പിനേഷനാണ്. ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നമ്മളെ കയ്യിൽ 6 റെഡ് ബാളാണുള്ളത്. അതിന് എത്ര എടുക്കേണ്ടത്? 3 എടുക്കേണ്ടത്. അതെങ്ങനെ എഴുതി കൊടുക്കുക? 6C3. 6 3 എടുക്കുക. മനസ്സിലായോ? 6 സെലക്ട് ചെയ്യാണ്, അതിന് 3 സെലക്ട് ചെയ്താൽ മതി. അടുത്ത എന്താ പറഞ്ഞത്? 5 വൈറ്റ് ബോളിൽ നിന്ന് 3 വൈറ്റ് ബോൾ എടുക്കുക. അതാണ് എഴുതി വെച്ചിട്ടുള്ളത് 5C3. പിന്നെയോ 5 നീല ബോളിൽ നിന്ന് 3 നീല ബോൾ എടുക്കുക. അതാണ് എഴുതി വെച്ചിട്ടുള്ളത് 5C3. അടുത്ത പ്രശ്നം, നടുവിൽ ഞാൻ ഇൻഡു എന്ന് വലിയ ഉഷാറായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് മഞ്ഞ കളറിൽ. നിങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. അതല്ലേ നിങ്ങളുടെ അടുത്ത പ്രശ്നം. എടാ മക്കളെ, ഞാൻ ചോദിക്കട്ടെ, എത്ര ബോളാണ് ടോട്ടൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എത്രണ്ണ? 9 അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ 10 സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതല്ലേ സെലക്ട് ചെയ്യണ ആള്? ഇവിടെ 10 സെലക്ട് ചെയ്തിട്ടുള്ളത്. എത്രണ്ണ? 3. 9 ആയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഒരു 3 കൂടി സെലക്ട് ചെയ്തു. അപ്പോൾ എത്രണ്ണായി? 6 9 ആയോ? ഇല്ല. ഇവിടെ ഒരു 3 കൂടെ സെലക്ട് ചെയ്തു. ഇപ്പോഴല്ലേ 9 ആയത്. അങ്ങനെ 9 എത്രണ്ണാണോ സെലക്ട് ചെയ്യേണ്ടത് അത് ഫുള്ള് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നടുവിൽ എന്താ ഇട്ട് കൊടുക്കേണ്ടത്? ഇൻറ്റു. മനസ്സിലായോ? ഞാൻ വേറെ രൂപത്തിലും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 റെഡ് ബോൾ ആൻഡ് 3 ബ്ലൂ ബോൾ ആൻഡ് വൈറ്റ് ബോൾ, 3 വൈറ്റ് ബോൾ. ഈ 3 പേരും കൂടെ അല്ലേ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ നടുവിൽ ആൻഡ് ആണോ ഓറാണോ ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ള ഈ ചോദ്യം നോക്കിയാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ടോട്ടൽ 9 ബോൾ എടുക്കണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ നടുവിൽ ആൻഡ് അല്ലേ വരാൻ ചാൻസ് ഉള്ളത്? ആൻഡ് ആണെങ്കിൽ ഇൻറ്റു ആണ്. അതിലേറെ നല്ല പരിപാടി ടോട്ടൽ സെലക്ട് ചെയ്യാനുള്ള സാധനം ഇവിടെ ആയിട്ടുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു അല്ല വരിക, പ്ലസ് ആണ് വരിക. ആയിട്ടില്ലെങ്കിലോ ഇൻറ്റു ആണ് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. എങ്ങനെയാണ് 6C3 കണ്ടുപിടിക്കുന്നത്? ഒന്നെങ്കിൽ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 - 3 ഫാക്ടോറിയൽ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതിന് നിൽക്കേണ്ട, നിങ്ങളെ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് കാണാൻ പറ്റും. ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, വാല്യൂ എഴുതി കൊടുക്കുക. വെറുതെ തെറ്റിച്ചിട്ട് മാർക്ക് കളയാൻ നിൽക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നിട്ടുള്ളത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ്. എത്ര കാർഡാണ് ചൂസ് ചെയ്യുന്നത്? 4 കാർഡ്സ് ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. 52 കാർഡുള്ള പ്ലേയിങ് കാർഡ്സ് ഉള്ള ഒരു പാക്കിൽ നിന്ന് നമ്മൾ എത്ര കാർഡാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? 4 കാർഡ്സ് ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. എത്ര കാർഡ്സ് ചൂസ് ചെയ്യുന്നുണ്ട്? 4 കാർഡ്സ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ള കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടാ മക്കളെ, സാധാരണഗതിയിൽ 4 കാർഡ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? 52 കാർഡിൽ നിന്ന് 4 ചൂസ് ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്? 52 കാർഡ് ഉണ്ട്, അതിൽ നിന്ന് എത്ര കാർഡ് ചൂസ് ചെയ്യണം? 2 കാർഡ്. എത്ര കാർഡാണ് ചൂസ് ചെയ്യണത്? 4 കാർഡ് ചൂസ് ചെയ്യണം. 52 കാർഡിന് എത്ര കാർഡ് യൂസ് ചെയ്യണം? 4 കാർഡ് യൂസ് ചെയ്യണം. ഇതിങ്ങനെ എഴുതി കൊടുക്കല് 52C4 എന്നുള്ളത് അല്ലേടാ മക്കളെ? യെസ്. ഇനി ഇങ്ങനെയല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. കാർഡ്സ് ആർ ഓഫ് സെയിം കളർ. എല്ലാ കാർഡും ഒരേ കളർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന കാർഡ് ബ്ലാക്ക് ആണെങ്കിൽ ഇനി എടുക്കുന്ന എല്ലാ കാർഡുകളും എന്തായിരിക്കണം? ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ ഞാൻ എടുത്തത് ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? നമ്മുടെ കയ്യിൽ എത്ര ബ്ലാക്ക് കാർഡാണുള്ളത്? 26 ബ്ലാക്ക് കാർഡാണുള്ളത്. 26 ബ്ലാക്ക് കാർഡ് ഉള്ളതിൽ നിന്നും ഒരു കാർഡ് ബ്ലാക്ക് എടുത്താൽ ബാക്കിയെല്ലാം ബ്ലാക്ക് എടുക്കണം എന്നല്ലേ പറഞ്ഞത്? അതായത് 26 ബ്ലാക്ക് കാർഡിന് എത്ര ബ്ലാക്ക് കാർഡ് എടുക്കണം? 4 ബ്ലാക്ക് കാർഡ് എടുക്കണം. അപ്പോൾ 26ന് 4 എടുത്തു. ക്ലിയർ ആണല്ലോ? 26 ബ്ലാക്ക് കാർഡിന് നമ്മൾ 4 ബ്ലാക്ക് കാർഡ് എടുത്തു. അതല്ല, ബ്ലാക്ക് കാർഡ് മാത്രമാണോ നമ്മുടെ കയ്യിലുള്ളത്? റെഡും ഇല്ലേ? അപ്പോൾ റെഡ് എടുത്തൂടെ? അപ്പോൾ 26 റെഡ് കാർഡ് ഉള്ളതിൽ നിന്നും നമുക്ക് എത്ര റെഡ് കാർഡ് എടുക്കാം? 4 റെഡ് കാർഡ് എടുത്തൂടേടാ.
4 എടുത്തൂടെ. ഇനി ഇവിടെ ചോദ്യം ഇതിൻ്റെ നടുവിൽ പ്ലസ് ആണോ അതോ ഇൻറ്റു ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 26C4 26C4 എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ പ്ലസ് ആണോ പ്ലസ് ആണോ ഇൻറ്റു ആണോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് എത്ര കാർഡാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, 4 കാർഡാണ് ആകെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ 4 ഇവിടെ എടുക്കൽ കഴിഞ്ഞിട്ടില്ലേ, അപ്പോൾ നമ്മൾ നടുവിൽ എന്താ ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കും. സോ നടുവിൽ നേരെ പ്ലസ് ഇട്ട് കൊടുത്തു. ക്ലിയർ ആണല്ലോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ആൾ ആർ ഫേസ് കാർഡ്, എല്ലാം ഫേസ് കാർഡ് ആവണം. ആകെ നമ്മുടെ കയ്യിൽ എത്ര ഫേസ് കാർഡാണ് ഉള്ളത്, ഏതൊക്കെയാണ് ഫേസ് കാർഡ്, കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്, ജാക്ക് ഉണ്ട്. അങ്ങനെ എത്ര സ്യൂട്ട് ഉണ്ട്, 4 സ്യൂട്ട് ഉണ്ട്. എല്ലാത്തിലും കൂടെ എത്ര കാർഡ് ഉണ്ട്, 12 കാർഡാണ് നമ്മുടെ കയ്യിലാകെ ഫേസ് കാർഡ് ഉള്ളത്. അതിൽ നിന്ന് എത്ര എടുക്കണം, 4 എടുക്കണം. ആൻസർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ട് കണ്ടുപിടിച്ചോളൂ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 4 കാർഡ്സ് ആർ ഓഫ് ഡിഫറൻറ്റ് സ്യൂട്ട്. 4 ആളും 4 എണ്ണത്തിൽ നിന്ന് എടുക്കണം. ഒരാൾ ക്ലബ്ബിൽ നിന്ന് എടുക്കുക, ഒരാൾ സ്പേഡിൽ നിന്ന് എടുക്കുക, ഒരാൾ ആട്ടിൽ നിന്ന് എടുക്കുക, ഒരാൾ ഡയമണ്ടിൽ നിന്ന് എടുക്കുക. ഇങ്ങനെയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെ സ്പേഡിൽ എത്ര കാർഡാണ് നമ്മുടെ കയ്യിലുള്ളത്, 13 കാർഡല്ലേ ഉള്ളത്. അതിൽ നിന്ന് എത്ര കാർഡ് എടുക്കാൻ പറ്റുള്ളൂ, ഒറ്റ കാർഡ് എടുത്തു. അപ്പോൾ 13C1. ഇനി സ്പേഡ് കഴിഞ്ഞു, ക്ലബ്ബിൽ എത്ര കാർഡ് ഉണ്ട്, 13 കാർഡ് ഉണ്ട്, അതിൽ നിന്ന് 1 കാർഡ് എടുത്തു. ഇനി ഡയമണ്ടിൽ എത്ര കാർഡ് ഉണ്ട്, 13 കാർഡ്, അതിൽ നിന്ന് 1 എടുത്തു. ഹാർട്ടിൽ എത്ര കാർഡ് ഉണ്ട്, 13 കാർഡ്, അതിൽ നിന്ന് 1 എടുത്തു. അപ്പോൾ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ക്ലബ്ബ്, സ്പേഡ്, ഹാർട്ട്, ഡയമണ്ട്. ഇതിനെയാണ് സ്യൂട്ട് എന്ന് പറയുന്നത്. 1 13 ആണുള്ളത്. എല്ലാത്തൊന്നും ഓരോന്ന് വീതം എടുത്തു. 13C1 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 13C1. ചോദ്യം എന്താ, ഇൻറ്റു ആണോ പ്ലസ് ആണോ? ഇങ്ങോട്ട് ഓക്കെ, നമുക്ക് 4 കാർഡല്ലേ വേണ്ടത്. 4 നമ്മളിവിടെ എത്ര എടുത്തിട്ടുള്ളൂ, 1 എടുത്തിട്ടുള്ളൂ. 4 തികഞ്ഞിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ 4 തികയാൻ വേണ്ടിയിട്ട്, 4 തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടലി നമുക്ക് 4 കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 4 ഇവിടെ തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം, ഇൻറ്റു ഇട്ട് കൊടുക്കണം. ഇൻറ്റു 13C1. അപ്പോൾ എത്ര ആയത്, 2 ആയിട്ടുള്ളൂ. അപ്പോഴും തികഞ്ഞോ, ഇല്ല. ഇവിടെ ഒന്നും കൂടി വന്നു, അപ്പോൾ 3 ആയത്, തികഞ്ഞോ, ഇല്ല. ഇവിടെ ഒന്നും കൂടി വന്നു, അപ്പോഴാണ് നമുക്ക് എത്ര ആയിട്ടുള്ളത്, 4 ആയിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ എന്ത് വന്നു, 13C1 × 13C1 × 13C1 × 13C1. ആൻസർ എന്ത് കിട്ടി, 28,561 നമുക്ക് ആൻസർ കിട്ടും. ആൻസർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ് മക്കളെ. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനിൽ ഇവിടെ ഏകദേശം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെയും അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയത്തിനനുസരിച്ച് ചെയ്തു നോക്കണം. ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ഇഷ്ടംപോലെ നിങ്ങൾ വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിരുന്നാലേ നമുക്ക് പരീക്ഷൻ്റെ സമയത്ത് സ്പീഡിൽ നമുക്ക് ആൻസർ ചെയ്ത് കഴിക്കാൻ കഴിയുള്ളൂ. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇതിലെല്ലാത്തിൻ്റെയും ഫൈനൽ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇരുന്നിട്ടാണ് കാൽക്കുലേറ്ററിൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത്, പരീക്ഷൻ്റെ സമയത്ത് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കരുത്. വീട്ടിലിരുന്നിട്ട് കാൽക്കുലേറ്ററിൽ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടുന്നില്ല എന്നൊന്ന് ഉറപ്പിക്കുക. കാരണം നമുക്ക് കാൽക്കുലേറ്റർ കുത്തിയിട്ട് റെഡി ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. സോ നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.